ബിജെപിയുടെ പോലീസ് ഇങ്ങനെ രഹസ്യാത്മകത നിലനിർത്തിയത് ഈ സുരക്ഷാ പ്രശ്നം ഉള്ളത് കൊണ്ടാണോ? കാരണം വലിയ രീതിയിൽ പ്രതിഷേധം സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു പബ്ലിക്കിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന മുൻകരുതലുകൾ അതൊക്കെ എടുത്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ രഹസ്യമായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തൽ നടത്തിയത്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കാരണം ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ ഉറപ്പിക്കണം. അതിനുവേണ്ടി കസ്റ്റഡിയിൽ പ്രതി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതല്ല ഈ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണോ നിലവിൽ ഇപ്പോൾ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത്? എന്താണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്? BNS 108 പ്രകാരമുള്ള വകുപ്പാണ് ഇപ്പോൾ ഷിംജിതയ്ക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. അത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അത് 10 വർഷം തടവും അതോടൊപ്പം തന്നെ പിഴയും കിട്ടാവുന്ന കുറ്റകരം എന്നെണ്ണമാണ് ചുമത്തിയിട്ടുള്ളത്. നേരത്തെ അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് കുടുംബം പരാതി നൽകുകയും അത് പിന്നീട് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഷിംജിതയ്ക്കെതിരെ അത് 108 വകുപ്പ് പ്രകാരം കേസ് എടുക്കുക കൂടെ ചെയ്തത്. അപ്പോൾ ആദ്യം മുതൽക്ക് തന്നെ പോലീസിന്റെ നേർക്ക് ഒരു ആരോപണം പല ഘട്ടത്തിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. ഷിംജിതയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം പോലീസ് തന്നെയാണ് ഒരുക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും രഹസ്യമായി അത് അത്രത്തോളം തന്നെ ഗൗരവമായ ഒരു വിഷയം ആയതുകൊണ്ട് കൂടിയാണ് വളരെ രഹസ്യമായി മഫ്തിയിലെത്തിയാണ് പോലീസ് ഏതായാലും വടകരയിൽ നിന്നും ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഷിംജിത രാജ്യം വിട്ടു, സംസ്ഥാനം വിട്ടു എന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ പോലീസും അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പങ്കുവച്ചിരുന്നതെങ്കിൽ പോലും ഇന്ന് രാവിലെ ഉൾപ്പെടെ ഒരു ലുക്കൌട്ട് സർക്കുലർ ഉൾപ്പെടെ ഈ ഷിംജിതയുമായി ബന്ധപ്പെട്ട പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. ഒരുപക്ഷെ രാജ്യം വിട്ട് പോയേക്കാവുന്ന സാഹചര്യം കണക്കിലെടുത്തു കൂടിയായിരുന്നു അത്. ഏതായാലും നിലവിൽ വടകരയിൽ നിന്നാണ് ഷിംജിത അറസ്റ്റിലായിരിക്കുന്നത്. വടകരയിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ബന്ധു വീട്ടിൽ നിന്നുമാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കുന്നമംഗലം കോടതിയിലേക്കായിരിക്കും ഒരുപക്ഷെ ഷിംജിതയെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം. ഇപ്പോൾ എവിടെയാണുള്ളത് പ്രതി? പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. വൈദ്യപരിശോധന കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലായിരുന്നു നടത്തിയിട്ടുള്ളത്. അത് മഫ്തിയിലെത്തിയ പോലീസാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത്. നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രജീഷ്, അഭിഭാഷകരുമായിട്ടൊക്കെ തന്നെ പ്രതി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കുമല്ലോ ഈ അറസ്റ്റിലേക്കൊക്കെ പോയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യം വിടാനോ അല്ലെങ്കിൽ സംസ്ഥാനം വിട്ട് അയൽ സംസ്ഥാനത്ത് ബാംഗ്ലൂരിലേക്ക് കടന്നു എന്ന ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായോ? അതോ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി കാത്തിരിക്കുക, അതായിരുന്നോ? ഇത്രയും ദിവസം അങ്ങനെ ഒരു കാത്തിരിപ്പിലായിരുന്നോ പ്രതി ഉണ്ടായിരുന്നത്? മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഷിംജിത എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയാണ് അഭിഭാഷകൻ വഴി ജില്ലാ കോടതിയിൽ ഷിംജിത മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി കേസ് പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടെയാണ് അഭിഭാഷകൻ നെൽസൺ അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നോ നാളെയോ അത് പരിഗണിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ ഒരു തീരുമാനമാവാതെ അറസ്റ്റിലേക്ക് കടക്കില്ല എന്ന് ആയിരിക്കാം ഒരു പക്ഷേ വിചാരിച്ചിരുന്നത്. ഏതായാലും ഇന്ന് ഒളിവിലുള്ള സ്ഥലം മനസ്സിലാക്കി പോലീസ് അവിടേക്ക് എത്തുകയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. നിലവിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ജില്ലാ കോടതിയിലേക്ക് കുന്നമംഗലം കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ജാമ്യത്തിൽ വിടുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതാണ് BJP പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും നിലവിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് അറിഞ്ഞുകൊണ്ട് നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ വലിയ രീതിയിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടെ നിലവിൽ നിൽക്കുന്നുണ്ട്. പ്രജീഷ്, അഞ്ജന, ഡിജിറ്റൽ തെളിവുകൾ ഉറപ്പിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിലവിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഈ എടുത്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യണം. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിലടക്കം ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ഈ അത്യാവശ്യം ഘട്ടത്തിലേക്ക് അത് കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘത്തിന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ റിമാൻഡിലേക്ക് പോകാം, പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകാം. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതിക്ക് മുൻപാകെയുള്ള ഈ അറസ്റ്റ് റിപ്പോർട്ടിന്മേൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന വകുപ്പ് ചുമത്തുമ്പോൾ കൂടി മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ ആശങ്ക, നിലവിലെ ബസ്സിലെ സാഹചര്യങ്ങൾ, ഇതൊക്കെ അന്വേഷണ സംഘം ഗൗരവത്തിലെടുത്തിരിക്കുക. കുടുംബം നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ ആശങ്ക ഉന്നയിച്ചിരുന്നതാണ്. കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ഈ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയത് കുടുംബത്തിന്റെ പരാതിയിലായിരുന്നു. നേരത്തെ അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. പരാതി പിന്നീട് മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് കൈമാറി. പിന്നീടാണ് അതിൽ മറ്റൊരു തിരുത്തൽ വരുത്തി മറ്റൊരു FIR കൂടെ ഇടുന്നത്. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിക്കൊണ്ട് ഷിംജിതയ്ക്കെതിരെ കേസ് എടുത്തിരുന്നതും. ഏതായാലും നിലവിൽ
ഷിംജിതയുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫും ആയിരുന്നു. ആ വീഡിയോയെ സംബന്ധിച്ച് വീഡിയോയുടെ ഉറവിടം സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ടായിരുന്നു. ഷിംജിതയുടെ ഫോണിലാണ് ആ വീഡിയോ ചിത്രീകരിച്ചത്. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തേണ്ടത് പോലീസിന് അത്യാവശ്യമായിരുന്നു. അതിന് സൈബർ സെല്ലിൻ്റെ ഉൾപ്പെടെ സഹായവും തേടിയിരുന്നു. അപ്പോൾ അതിൽ നിന്നായിരിക്കണം ഒരുപക്ഷെ ഷിംജിത വടകര തന്നെ ഉണ്ട് എന്നുള്ള വിവരം പോലീസ് മനസ്സിലാക്കുകയും അങ്ങോട്ടേക്ക് പുറപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. ഈ വീഡിയോയുടെ യഥാർത്ഥ ഉറവിടം ഫോൺ ലഭിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇതിനോടകം തന്നെ ഒരുപക്ഷെ 2 ദിവസം പിന്നിട്ടു കേസ് രജിസ്റ്റർ ചെയ്തിട്ട്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ യഥാർത്ഥ ഉറവിടം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഫോൺ വീണ്ടെടുത്താൽ മാത്രമേ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഏതായാലും ലഭിക്കുകയുള്ളൂ. ഇനി വൈദ്യപരിശോധനയിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? അപ്പോൾ ബന്ധുക്കളെയൊക്കെ തന്നെ അറസ്റ്റിന്റെ വിവരം അറിയിച്ചോ? പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ നിലവിൽ ഏതായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിലേക്ക് വിടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിനാലാണ് ഇവിടെ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്ന ഒക്കെ ഒരു സാഹചര്യമുള്ളത്. BJP പ്രവർത്തകരൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുമുണ്ട്. അവർ പ്രതിഷേധിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് പറയുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പോലീസും അത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ട് കൂടെയുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഷിംജിതയെ പിടികൂടണമെന്നുള്ളതായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. ദിവസം പോകുന്തോറും ആ തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഷിംജിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം, ഷിംജിതയെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ദീപകിന്റെ കുടുംബം ഏതായാലും പറഞ്ഞു വെച്ചിരുന്നത്. അതിനായി ബസ്സിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. ഇനി പ്രതിയുടെ കൈവശമുള്ള തെളിവുകളും പ്രതിയുടെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ളതാണോ ഈ വീഡിയോ ചിത്രീകരണം? ഒരാളെ ട്രാപ്പിലാക്കാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥ പ്രകാരം റീൽസ് അടക്കമുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചാണോ ഒരു യുവാവിനെ ഇത്തരത്തിൽ ആരോപണത്തിന് അടിമപ്പെടുത്തിയത്? അതിൽ മനം നൊന്തുള്ള ആത്മഹത്യ. പിന്നീടും ഇങ്ങനെ ഒരു വസ്തുത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും അതിന് തൊട്ട് പിന്നാലെ തന്നെ വീണ്ടും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിവരണങ്ങളുമൊക്കെ വരുന്നതൊക്കെ തന്നെ മരണത്തിനെ വഴിവെച്ചിട്ടുണ്ട് എന്നത് കുടുംബത്തിൻ്റെ ആശങ്ക. സുഹൃത്തുക്കളുടെയൊക്കെ തന്നെ മൊഴികളും ഒക്കെ തന്നെ ഈ പ്രതിക്കെതിരാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനി കോടതിയിലേക്ക് എത്തിച്ച ശേഷം കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലിൻ്റെ അനിവാര്യത എത്രത്തോളം വരുന്നുണ്ട്? ഏതായാലും വളരെ ഗൗരവമുള്ളൊരു വിഷയമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ എന്നുള്ളത് ഷിംജിതയുടെ ഫോണിലുള്ള ആ വീഡിയോ ദൃശ്യമാണ്. ആ ദൃശ്യം അത് കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രം എടുത്തതാണ് എന്നുള്ള രീതിയിലായിരുന്നു ദീപകിന്റെ മരണവുമായി പിന്നീട് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നത്. അതിലെല്ലാം തന്നെ ആ വീഡിയോ കണ്ടവരും ഉൾപ്പെടെ അതൊരു കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു പ്രചാരണങ്ങളൊക്കെ തന്നെയും വന്നത്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലെ പയ്യന്നൂരിലൊരു ബസ്സിൽ വെച്ചായിരുന്നു ആ ദൃശ്യം ചിത്രീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ബസ്സിലെ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുകയും ഈ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളിലെ ഏതായാലും ഇത് തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വളരെ തിരക്കുള്ളൊരു സമയമായിരുന്നു ഇവർ രണ്ടുപേരും ആ ബസ്സിൽ കയറിയിരുന്നത്. അപ്പോൾ അത്ര മാത്രം വ്യക്തതയോടുകൂടിയ ദൃശ്യങ്ങളൊന്നും തന്നെ ആ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്നും ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. ഏതായാലും പോലീസ് ഈ ബസ്സിലെ ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ അന്ന് യാത്ര ചെയ്യുന്ന ആളുകളെയും ഉൾപ്പെടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിലേതായാലും ഷിംജിതയെ കോടതിയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയോ ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് പ്രതി സമൂഹത്തിലൊക്കെ ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പോൾ കൃത്യമായും മുൻകൂട്ടി തന്നെ ഈ അറസ്റ്റ് കണ്ടിരിക്കാം. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നോ? അഭിഭാഷകരുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ എന്തായാലും ഒരു അറസ്റ്റിന് വിധേയമാകേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നുവോ പ്രതി? പ്രതി നേരത്തെ രാഷ്ട്രീയ രംഗത്തൊക്കെ നിലനിൽക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആ വഴിയിലൊക്കെ പ്രതി രക്ഷപ്പെടാനൊരു സാധ്യത ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കൂടിയാണ് ദീപകിന്റെ കുടുംബം ഒരു ആശങ്ക പ്രകടിപ്പിക്കുക കൂടെ ചെയ്തിരുന്നു. ഏതായാലും ആ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഷിംജിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുകൂടിയായിരുന്നു ദീപകിന്റെ കുടുംബം പറഞ്ഞിരുന്നത്. പലതവണ പിന്നീട് അത് പറയുകയും മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും 19-ാം തീയതിയാണ് രാത്രിയാണ് ഷിംജിതയ്ക്കെതിരെ കേസ് എടുക്കുന്നത്. ഇപ്പോൾ 2 ദിവസം പിന്നിട്ടു. ഏതായാലും തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തു കൂടിയാണ് ഷിംജിതയെ ഉടൻ പിടിക്കണമെന്നുള്ള ഉൾപ്പെടെയുള്ള ആശങ്കയിലേക്ക് അല്ലെങ്കിൽ എത്രത്തോളം ഷിംജിത പുറത്തു നിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്നിടത്തോളം കാലം തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലായിരുന്നു ദീപകിന്റെ കുടുംബം ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു.